സുഡാനിൽ തുടരുന്ന ആഭ്യന്തര യുദ്ധം രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ലായ കാർഷിക മേഖലയെ തകർക്കുകയാണ്. ലോകത്തിലെ തന്നെ പ്രധാന വിള വിപണികളിലൊന്നായ സുഡാനിലെ അൽ ഒബൈദിൽ ഉൽപ്പന്നങ്ങളുടെ വരവ് 10 മാസമായി കുറഞ്ഞിരിക്കുന്നു. മാസങ്ങൾക്ക് മുൻപുണ്ടായ RSFന്റെ ഡ്രോൺ ആക്രമണങ്ങളും യാത്രാ തടസ്സങ്ങളും വിപണിയെ നിശ്ചലമാക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഗം അറബിക്, എള്ള് എന്നിവയുടെ പ്രധാന വിപണന കേന്ദ്രമായ സുഡാനിലെ സംസ്ഥാനമാണ് നോർത്ത് കോർഡോഫാനിലെ അൽ ഒബൈദ് നഗരം. രാജ്യത്തെ പ്രധാന വ്യാപാര കേന്ദ്രം ഇന്ന് യുദ്ധഭീതിയിലാണ്. സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഈ നഗരത്തിന് നേരെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് അഥവാ RSF ഡ്രോണാക്രമണങ്ങൾ ശക്തമാക്കി കഴിഞ്ഞു. 3 മാസം മുമ്പ് മാർക്കറ്റിലുണ്ടായ ഡ്രോണാക്രമണം തകർത്തത് വ്യാപാരികളുടെ പ്രതീക്ഷകളെയാണ്. ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നുള്ള പാതകൾ സുരക്ഷിതമല്ലാത്തതിനാൽ വിപണിയിലേക്കുള്ള വിളകളുടെ വരവ് യുദ്ധത്തിന് മുൻപുള്ളതിന്റെ 10 മടങ്ങായി ചുരുങ്ങി. ഉയർന്ന ഗതാഗത ചെലവും റോഡുകളിലെ തടസ്സങ്ങളുമാണ് വിപണന കേന്ദ്രത്തെ തളർത്തുന്നത്. വിളകളുടെ ലഭ്യത കുറഞ്ഞതോടെ പ്രാദേശിക വില ആഗോള വിപണി നിലവാരത്തേക്കാൾ ഉയർന്നു നിൽക്കുകയാണ്. 2023 ഏപ്രിലിൽ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധം സുഡാനിലെ പകുതിയോളം ജനങ്ങളെ പട്ടിണിയിലേക്കും ക്ഷാമത്തിലേക്കുമാണ് തള്ളിവിട്ടത്. വ്യോമാക്രമണങ്ങളിൽ മുൻതൂക്കം നേടാൻ സൈനിക വിഭാഗങ്ങൾ മത്സരിച്ചതോടെ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ ഇടിഞ്ഞു. പടിഞ്ഞാറൻ ഡാർഫറിൽ പിടിമുറുക്കിയ ശേഷം കോർഡോഫാൻ മേഖല ലക്ഷ്യം വെച്ചുള്ള RSF നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. യുദ്ധം തുടരുന്നത് ആഗോളതലത്തിൽ തന്നെ ഉൽപ്പന്നങ്ങളുടെ ദൗർലഭ്യത്തിന് കാരണമായേക്കാം. സമാധാന ചർച്ചകൾ എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ സുഡാനിലെ കർഷകരും വ്യാപാരികളും കടുത്ത പ്രതിസന്ധിയിലാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.